KSRTC ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി എന്ന പേരിട്ട പദ്ധതിയുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കുകയാണ്. തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും ദർബാർ ഹാൾ വരെ യാത്ര ചെയ്യുകയും ചെയ്യും. സീറോ വാല്യൂള്ള പ്രിയദർശിനി ടിക്കറ്റ് എടുത്ത് വേണം സ്ത്രീകൾ യാത്ര ചെയ്യേണ്ടത്. സംസ്ഥാനത്ത് ഇപ്പോൾ ഉദ്ഘാടനത്തിനുള്ള ബസ്സാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ബസ്സിലായിരിക്കും ഉദ്ഘാടന യാത്ര നടത്തുക. ആകെ 3125 ഓർഡിനറി ബസ്സാണ് ഉള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ MLA മാർ പങ്കെടുക്കില്ല എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. KSRTCയുടെ എല്ലാ ബസ്സിലും സൗജന്യ യാത്ര എന്ന വാഗ്ദാനം പാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വി അരുൺ ചേരുന്നുണ്ട് അവിടെ നിന്ന്, തമ്പാനൂരിൽ നിന്ന്. അരുൺ, ഇപ്പോൾ അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണല്ലേ? ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഗതാഗത മന്ത്രി CP ജോൺ തന്നെ നേരിട്ടെത്തി അവസാനഘട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തി. ഈ ബസ്സിലാണ് മുഖ്യമന്ത്രി, ഇതിന്റെ ഫ്ളാഗ് ഓഫിലാണ് കഴിയുമ്പോഴാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുക. ഈ ബസ്സിന്റെ ഡ്രൈവർ ഒരു വനിതയാണ്, KSRTCയുടെ ആദ്യ വനിതാ ഡ്രൈവർ. ചേച്ചി, വളരെ പ്രധാനപ്പെട്ട ഒരു യാത്ര തുടങ്ങാൻ പോവാണ്. സന്തോഷമാണ്. ചേച്ചിയാണ് KSRTCയുടെ ആദ്യ വനിതാ ഡ്രൈവർ. ഇപ്പൊ ഈ ഉത്തരവാദിത്വം ചേച്ചിയിലേക്ക് വന്നത് എങ്ങനെ തോന്നുന്നു? സന്തോഷത്തോടെ നോക്കി കാണുന്നു. അഭിമാനത്തോടെ കാണുക. അഭിമാനത്തോടെ സന്തോഷത്തോടെ നോക്കി കാണും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ചേച്ചി ഓടിക്കുന്ന വണ്ടിയിൽ കയറാൻ പോവാ. വരട്ടെ, സാർമാര് വരട്ടെ. എങ്ങനെയാണ് ഈ KSRTCയിലേക്ക് ചേച്ചി ജോലിക്ക് വരാൻ കാരണം എന്താ? ഡ്രൈവർ, കാരണം സ്ത്രീകൾ അധികം വരുന്ന ഒരു ഫീൽഡ് അല്ലല്ലോ. നേരത്തെ 13 വർഷം മുമ്പ് വന്നതാണ്. ഡ്രൈവിങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതാ. വീട്ടിലെ ഡ്രൈവർമാരെ കൊണ്ട് അച്ചേട്ടന്മാര് രണ്ടുപേരും ഡ്രൈവർമാരായിരുന്നു. KSRTCയിലേക്ക് കയറുമായിരുന്നു. 13 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? കൂടുതൽ ആളുകൾ ഇപ്പൊ ഇതിലേക്ക് വരുന്നുണ്ടോ? സ്ത്രീകൾ വരുന്നുണ്ട്. എത്ര പേരുണ്ട് മൊത്തത്തിൽ KSRTCയില്? രണ്ടുപേരും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ കാട്ടാക്കടയും പുനലൂരും, അങ്ങനെ രണ്ടുപേരും കൂടി എംപാനലായിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ KSFിലുണ്ടല്ലോ. ആ, വനിതകൾക്ക് ഒരു ശക്തിപൂർവ്വം തീരുമാനമാണെന്ന് തോന്നുന്നല്ലേ ഇത്? അതങ്ങനെയാണ് എന്റെ തോന്നല്. സാധാരണക്കാർ ബസ്സിൽ വരാൻ പൈസ ഇല്ലാത്ത ആൾക്കാരൊക്കെ ദിവസവും ബസ്സിൽ വന്ന് കയറാറുണ്ടോ? അങ്ങനെ പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾ? അത് കണ്ടക്ടർമാർക്കല്ലേ അറിയുള്ളൂ, ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാവർക്കും ഒരു സൗജന്യ യാത്ര എന്നുകൊണ്ട് വലിയ സന്തോഷമാണ്. സന്തോഷം. ഷീലയാണ് KSRTCയുടെ ആദ്യ PSC വഴി ജോലി ചെയ്ത ആദ്യ വനിതാ ഡ്രൈവറാണ്. അവരാണ് ഈ പ്രിയദർശിനി ബസ്സിന്റെ വളയം പിടിക്കുന്നത്. ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ അതിൽ ഇത്തരം കാര്യങ്ങൾ കൂടിയുണ്ട്. KSRTCയുടെ വളയം പിടിക്കുന്ന അവർക്കിപ്പോൾ സീറ്റ് ബോക്സ് കൈമാറുകയാണ് ഉദ്യോഗസ്ഥർ. KSRTCയുടെ വനിതാ ഡ്രൈവർ ഈ വളയം പിടിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെവർ കയറുന്ന പ്രിയദർശിനി എന്ന വലിയ ഒരു പദ്ധതിയുടെ വളയം കൂടിയാണ് അവർ പിടിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിന്റെ കണ്ടക്ടറും വനിതയാണ്. അവരുടെ പ്രതികരണങ്ങളിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കണ്ടക്ടർ ഇവിടെ ഉണ്ട്, അവരും ഒരു വനിതയാണ്. ഈ ചേച്ചി എന്തുണ്ട്, സന്തോഷമാണോ? അല്പം ജോലിയുണ്ട്. തീർച്ചയായിട്ടും. ഇവിടെ ശ്രീവരാഹം. ജയകുമാരി. തീർച്ചയായിട്ടും ഭയങ്കര ഗുണമുള്ള തീരുമാനമല്ലേ? കാരണം നമുക്കൊരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കയ്യിലൊരു ക്യാഷും ഇല്ല, കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാലും ധൈര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റണില്ലേ? അത് വലിയ കാര്യം. ഇല്ലെങ്കിൽ നേരത്തെയാണ് ഞങ്ങൾ പറയുന്നത് ടിക്കറ്റ് ഇല്ലല്ലോ, പൈസ ഇല്ലല്ലോ, ഇറങ്ങാൻ പറയും. ഇപ്പൊ അത് പറയില്ലല്ലോ. അങ്ങനെയൊക്കെ വരും. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റൂ. കാരണം നമ്മുടെ അമ്മമാരെ പോലുള്ളവരല്ലേ. ജയകുമാരി. ഈ മുഖ്യമന്ത്രി മന്ത്രിമാർ യാത്ര ചെയ്യുന്ന ബസിന്റെ കണ്ടക്ടറാണ് ജയകുമാരിയാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അവർ പറഞ്ഞത് വളരെ കൃത്യമാണ്. അതായത് പൈസ ഇല്ലാത്തവർക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.